ഹായ് എവരി വൺ, നമ്മളിന്ന് പറയാൻ പോകുന്നത് നെക്സ്റ്റ് ഫോമാറ്റ് ഇൻ ഡിവിസിബിലിറ്റി റൂളാണ്. നെക്സ്റ്റ് ഫോമാറ്റ് ഏതാണ് പറയാൻ പോകുന്നത്? എ ബി സി ഫോമാറ്റാണ്. ഓക്കെ, സോ എ ബി സി ഫോമാറ്റിൽ പറയുന്നത് എനി ത്രീ നമ്പേഴ്സ് വിച്ച് ഇസ് ഡിഫറെൻറ്റ് നമ്പേഴ്സ് മൾട്ടിപ്ലൈഡ് ബൈ 1001. എനി ത്രീ നമ്പേഴ്സ് ഡിഫറെൻറ്റ് നമ്പേഴ്സ് മൾട്ടിപ്ലൈഡ് ബൈ 1001 നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് എ ബി സി ഫോമാറ്റിലായിരിക്കും. സോ ഫോർ എക്സാമ്പിൾ ആദ്യത്തെ എക്സാമ്പിൾ എന്താണ്? 854. ഓക്കെ, ആദ്യത്തെ എക്സാമ്പിൾ പറയുന്നത് ഇപ്പം നമ്പർ 854 എന്ന് പറയുന്ന നമ്പർ വിച്ച് ഇസ് മൾട്ടിപ്ലൈഡ് ബൈ 1001. നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് 854 ABC format, and the result is in the form of ABC, right? ABC multiplied by 1001, we would get the result as ABC format, which is 854. And same endana 235 which is ABC format multiplied by 1001. നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്താണ്? 235 which is ABC format. ഓക്കെ, സോ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാവും? നമുക്ക് ഇപ്പോൾ നമ്മുടെ ചോദ്യത്തിൽ എ ബി സി ഫോമാറ്റിൽ കുറച്ച് നമ്പേഴ്സ് തന്നാൽ ആ നമ്പേഴ്സ് ഏതിൽ ഡിവിസിബിൾ ആണെന്നാണ് അർത്ഥം? യെസ്, 10001 ഡിവിസിബിൾ ആണെന്നാണ് അർത്ഥം. ഓക്കെ, ഓർക്കുക, ആ നമ്പേഴ്സ് 10101 ഡിവിസിബിൾ ആണെന്നാണ് അർത്ഥം. So any three numbers which is multiplied by 1001 നമുക്ക് കിട്ടുന്ന റിസൾട്ട് എ ബി സി ഫോമാറ്റിലാണെന്ന് പറഞ്ഞു. ഈ നമ്പേഴ്സ് എ ബി സി ഫോമാറ്റിൽ കിടക്കുന്ന നമ്പേഴ്സ് എന്ന് പറയുന്നത് 1001 ഡിവിസിബിൾ ആണെന്നാണ് അർത്ഥം. ഇത് ഓർത്ത് വയ്ക്കുക. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിവിസിബിലിറ്റി റൂളിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ഫോമാറ്റ്സ് ആണ്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ഫോമാറ്റ്സ് ആണ്. ഇത് 1001 ഡിവിസിബിൾ ആണ്. ആൻഡ് ഇത് ഏതിലും ഡിവിസിബിൾ ആണ്? 7, 11, 13 ഡിവിസിബിൾ ആണെന്ന് ഓർക്കുക. അത് നോട്ട് ചെയ്ത്, ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. എ ബി സി ഫോമാറ്റിൽ കിടക്കുന്ന നമ്പേഴ്സ് 7, 11 and 13 ഡിവിസിബിൾ ആയിട്ടുള്ള നമ്പേഴ്സാണ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ 8 നമ്മുടെ ആദ്യത്തെ ചോദ്യം 854 മൾട്ടിപ്ലൈഡ് ബൈ 1001 നമുക്ക് കിട്ടുന്ന റിസൾട്ട് 854. ഇത് ഏതിലൊക്കെ ഡിവിസിബിൾ ആണ്? യെസ്, 1001 ഡിവിസിബിൾ ആണെന്ന് പറഞ്ഞു. ബിക്കോസ് 1001 മൾട്ടിപ്ലൈഡ് ബൈ 854 ആണ് എന്തെന്ന് പറയുന്നത്, ഈ റിസൾട്ട് എന്ന് പറയുന്നത്. ഇത് എന്തിലും ഡിവിസിബിൾ ആണെന്ന് പറഞ്ഞു? ഈ 854 7 ഡിവിസിബിൾ ആണെന്ന് പറഞ്ഞു. വിച്ച് ഇസ് 7 ഡിവിസിബിൾ എന്ന് പറഞ്ഞാൽ 7 മൾട്ടിപ്ലൈഡ് ബൈ 122 ആണ് എന്തെന്ന് പറയുന്നത്, ഈ പറയുന്ന 854 വിച്ച് ഇസ് ഡിവിസിബിൾ ബൈ എന്താണ്, വിച്ച് ഇസ് ഇത് ഡിവിസിബിൾ ബൈ 7 ഡിവിസിബിൾ ആണ്. ആൻഡ് എന്താണ്, 11 ഡിവിസിബിൾ ആണ്. ബിക്കോസ് 11 മൾട്ടിപ്ലൈഡ് ബൈ 77714 ആണ് ഈ പറയുന്ന 854 എന്ന് പറയുന്നത്. ബട്ട് ഇത് 11 ഡിവിസിബിൾ ആണ്. ഇനി നമ്മൾ 13 ഡിവിസിബിൾ ആണെന്ന് പറഞ്ഞു. 13 മൾട്ടിപ്ലൈഡ് ബൈ 65758 ആണ് എന്തെന്ന് പറയുന്നത്, 854. അപ്പോൾ ഇത് 13 ഡിവിസിബിൾ ആണ്. സോ എനി നമ്പേഴ്സ് വിച്ച് ഇസ് ഇൻ ദ ഫോമാറ്റ് ഓഫ് എ ബി സി ഫോമാറ്റ്, ഇറ്റ് മീൻസ് ദാറ്റ് നമ്പർ ഇസ് ഡിവിസിബിൾ ബൈ ഏതിലൊക്കെ? 1001 7 ഡിവിസിബിൾ ആയിരിക്കും, 11 ഡിവിസിബിൾ ആയിരിക്കും, ആൻഡ് 13 ഡിവിസിബിൾ ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ഇപ്പം 235 സെയിം. 235 എന്താണ്? 235 എന്താണ്? 1001 ഡിവിസിബിൾ ആണെന്ന് പറഞ്ഞു. ബിക്കോസ് 1001 മൾട്ടിപ്ലൈഡ് ബൈ 235 ആണ് എന്തെന്ന് പറയുന്നത്, ഈ പറയുന്ന 2335 എന്ന് പറയുന്നത്, 2335 എന്ന് പറയുന്നത്. ആൻഡ് ഈ പറയുന്ന ഇത് 7 മൾട്ടിപ്ലൈ എന്ന് പറഞ്ഞു. ബിക്കോസ് 7 മൾട്ടിപ്ലൈഡ് ബൈ 3335
605 ആണ് എന്തെന്ന് പറയുന്നത് 235 എന്ന് പറയുന്നത് വിച്ച് ഇസ് ഡിവിസിബിൾ ബൈ 2335 ഈസ് ഡിവിസിബിൾ ബൈ 7 ആൻഡ് എന്താണ് ഇത് 11ലും ഡിവിസിബിൾ ആണെന്ന് പറഞ്ഞു. 11 മൾട്ടിപ്ലൈഡ് ബൈ 21385 ആണ് എന്തെന്ന് പറയുന്നത് 235 എന്ന് പറയുന്നത് വിച്ച് ഇസ് ഡിവിസിബിൾ ബൈ 11 ഓൾസോ. ആൻഡ് 13ലും ഡിവിസിബിൾ ആണെന്ന് പറഞ്ഞു. 13 മൾട്ടിപ്ലൈഡ് ബൈ 18095 ആണ് എന്തെന്ന് പറയുന്നത് 235 വിച്ച് ഇസ് ഇത് 13ലും ഡിവിസിബിൾ ആണെന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ ഇന്ന് പറഞ്ഞത് എന്താണ്, എനി നമ്പേഴ്സ് വിച്ച് ഇസ് ഇൻ ദ ഫോമാറ്റ് ഓഫ് എ ബി സി ഫോമാറ്റ്, ദാറ്റ് നമ്പർ ഇസ് ഡിവിസിബിൾ ബൈ 1001 and also it is divisible by 7, 11 and 13. Okay, thank you.